ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഉണ്ണിയപ്പമാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. സോഡാപ്പൊടിയോ പഴമോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, പുറംഭാഗം നല്ല മൊരിഞ്ഞും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പഴം ചേർത്ത് ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതങ്ങനെ കേടാവില്ല. ഇനി നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി തുടങ്ങാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് കൊടുത്താലും മതിയാവും. തേങ്ങയുടെയും നെയ്യിൻ്റെ അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നെയ്യ് അധികം താല്പര്യമില്ലാത്തവർ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഈ തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ കളറാവണ വരെ വറുത്തെടുക്കണം. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി ഇതേ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് എള്ള് വറുത്തെടുക്കണം. എള്ളിൻ്റെ അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എള്ള് ചേർക്കണമെന്ന് നിർബന്ധമില്ല. താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് എള്ള് വറുത്തെടുക്കാം. എള്ളിപ്പോൾ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങാക്കൊത്തിട്ട പാത്രത്തിലേക്ക് തന്നെ മാറ്റിയാൽ മതിയാവും. 1.5 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എൻ്റെ ശർക്കരയ്ക്ക് കല്ലൊന്നുമില്ല, എങ്കിലും ഞാൻ ഇതിൽ വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ശർക്കരയിൽ കല്ലുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കണം. ശർക്കരപ്പാനി തിക്കാവരുത്, കുറച്ച് ലൂസ് പരുവത്തിൽ വേണം ഇരിക്കാൻ. ഈ പാനി ഒഴിച്ച് വേണം നമുക്ക് പൊടി കുഴക്കാൻ. ശർക്കരപ്പാനി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കത് മാറ്റി വെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അപ്പപ്പൊടിയും 1/4 കപ്പ് മൈദ, 1/4 കപ്പ് റവ, 1 നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര ഞാൻ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര കൂടിപ്പോവരുത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അത് അളവ് നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ പരുവാണ് ഇപ്പോൾ ശർക്കര ഉള്ളത്. നേരിയ ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാൻ. ആദ്യമേ തന്നെ ശർക്കരപ്പാനിയെല്ലാം റെഡിയാക്കി വെച്ചാൽ പൊടിയെല്ലാം എടുത്തു കഴിയുമ്പോഴേക്കും ശർക്കരപ്പാനിയുടെ ചൂടാറിക്കോളും. ഓവർ ചൂട് പാടില്ല, നേരിയ ചൂടേ പാടുള്ളൂ. കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതി. ഒറ്റയടിക്ക് ഒഴിക്കരുത്, ചിലപ്പോൾ കൂടിപ്പോവും. മധുരം കൂടുതലായാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഞാനിപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ബാക്കി ഇത്ര ശർക്കരയാണ് ഉള്ളത്. ഇപ്പോൾ മാവ് നല്ല തിക്കാണ്. ഇനി ഇത് കുറച്ച് ലൂസാക്കണം. അതിനായി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മിക്സിങ്. നന്നായിട്ട് അടിച്ചടിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആവും. ഞാനിപ്പോൾ ഒരു വിസ്ക് കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അത് നിർബന്ധമില്ല, ഒരു സ്പൂൺ കൊണ്ട് നന്നായി അടിച്ച് മിക്സ് ചെയ്താൽ മതിയാവും. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവാണ് വേണ്ടത്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇപ്പോൾ 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഈ സമയം കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും മാവ് ഒഴിച്ചു കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എല്ലാ കുഴികളിലേക്കും ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് മുരിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുക്കണതാണ്. ഇതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുക്കണം. നന്നായി മുരിഞ്ഞതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ.
അത് ശരിക്കും മുരിഞ്ഞിട്ടില്ല. ഇപ്പോൾ എല്ലാം മുരിഞ്ഞ് ഞാൻ എടുക്കുകയാണ്. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.